Hi friends, Assalamu alaikum. Welcome back Shanshabi Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാൻ പ്രിപ്പറേഷനായിട്ട് ചിക്കൻ മസാല പൗഡർ ആയിട്ടാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റിലേക്കെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്, പെരുംജീരകം എന്നും പറയും. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ഇതിൻ്റെ ഒന്നും പൊടി എടുക്കരുത്, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ളൊരു ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടില്ല. ഇനി 1.5 ടേബിൾ സ്പൂൺ ഏലക്കയോടും ചേർത്തെടുക്കാം. മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടില്ല. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ ചേർത്തെടുക്കാം. തക്കോലമാണ്, തക്കോലം 2 എണ്ണോളം ചേർത്തെടുക്കുന്നുണ്ട്. 2 എണ്ണം തന്നെ മതി, അധികം ഒന്നും വേണ്ട, 2 എണ്ണം മതി. ഇനി ഒരു ബേ ലീഫ്, ഇതിൽ 10-15ഓളം ഉണക്കമുളക് ചേർത്തെടുക്കുന്നുണ്ട്. ഞങ്ങൾ 15 ഉണക്കമുളക് ചേർത്തെടുക്കുന്നുണ്ട്. 10 എണ്ണമായാലും കുഴപ്പമൊന്നുമില്ല, 10 എണ്ണത്തിൽ കുറയരുത്. ഇനി ഒരു ജാതിപത്രി ആയിരുന്നു, അത് പൊടിഞ്ഞു പോയതാണ്. പിന്നെ വലിയൊരു പട്ട, ചെറുതാണെങ്കിൽ 2 എണ്ണോളം ചേർത്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, ഇത് ഉണക്കിയ കറിവേപ്പിലയാണ്, ക്ലീൻ ചെയ്ത് ഉണക്കിയതാണ്, അങ്ങനെ തന്നെ ചേർത്തെടുക്കണം. ഉണങ്ങിയ കറിവേപ്പില വേണം ചേർത്തെടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ ഉലുവ. പിന്നെ നിങ്ങൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. മട്ടരിയാണ്, മട്ടരി ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം മട്ടരി എടുത്തിട്ടുണ്ട്. ഇനി 2 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഉണക്കമുളകും കറിവേപ്പിലയാണ്. കാരണം അത് ചേർക്കുന്നത് അത് രണ്ടും ഒരേ ടൈമാണ് ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയുള്ള ടൈം. പലതിനും പല ടൈമാണ്, അതുകൊണ്ടാണ്. ഇവിടെ നിന്നുള്ള വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. കാരണം ഒന്ന് തെറ്റിപ്പോയാൽ അത് നമ്മുടെ ചിക്കൻ മസാല പൗഡർ ശരിയായി കിട്ടില്ല. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ പാകം വേണം, നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയരുത്, അത്രയ്ക്ക് ചൂടുണ്ടാവണം. എന്നാലുള്ളൂ നന്നായിട്ടിത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് കിട്ടാൻ പറ്റൂ. അല്ലെങ്കിൽ അതെങ്ങനെ കിടക്കും, ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതേപോലെ കിടക്കും അത്. ഇനി നെക്സ്റ്റ് ആയി ചേർക്കുന്നത് പട്ട, ബേ ലീഫ്, ജാതിപത്രി, തക്കോലം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരേ അളവാണ് അതിൻ്റെ റോസ്റ്റിംഗ് ടൈം, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിന് കുറച്ച് ടൈം ഇതാക്കും, കാരണം എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ആ പട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിക്കാൻ പറ്റും, കൈ കൊണ്ട് തന്നെ ഒന്ന് ഒടിക്കാൻ പറ്റുന്ന പരുവായി കിട്ടണം. അത്രയും ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബേ ലീഫൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ക്രഷ് ചെയ്യാൻ പറ്റണം, അത്രയ്ക്ക് നല്ലൊരു പാകമായി കിട്ടണം. ഇനി ഞാൻ ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്ക ഒറ്റയ്ക്കാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, അത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം.
പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുരുമുളകും ബാക്കിയുള്ളതൊക്കെ അല്ലേ, കുരുമുളക്, പെരുംജീരകം, ഗ്രാമ്പൂ, ഉലുവ, ചെറിയ ജീരകം, റൈസ്, ബാക്കിയുള്ളതൊക്കെ ഒരേ വേവാണ് നമ്മൾ റോസ്റ്റിംഗ് ടൈം. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. കാരണം അരിയുടെ ആ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നൊരു പരിവായി കിട്ടണം. അരിയൊക്കെ നന്നായി പൊടിയണം. അല്ലെങ്കിൽ അരി നമുക്കതിൽ ചിലപ്പോൾ നോക്കുമ്പോൾ കാണാം, നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയർ ആയി കാണില്ല, കാരണം ഒക്കെ ഒരേമാതിരിക്കാണ്, അതൊട്ട് കാണാൻ പറ്റില്ല. അരി നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു വറവായിട്ട്, അരി വറുത്തൊരു ഫീൽ ഉണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അരിക്ക്. അത് വേറെ റോസ്റ്റ് ചെയ്യണം. ഇതിന് കുറച്ച് കൂടുതൽ ടൈം എടുക്കും, കാരണം അരി ഒന്ന് റോസ്റ്റായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ബാക്കിയുള്ള ഹൈ ഫ്ലെയിമിലിട്ടാലും മീഡിയം ഫ്ലെയിമിലിട്ട് നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് കൂട്ടാം. നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ വേണം ഇതൊക്കെ പൊടിച്ചെടുക്കാൻ. വലിയ ജാറിലാണെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കാൻ പറ്റില്ല. രണ്ട് ബാച്ചാക്കിയിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ കളറിന് വേണ്ടി ചേർക്കുകയാണ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയൊക്കെ കറിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടുമല്ലോ, അത് ഈ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. ഇനി അടുത്ത ബാച്ച് അതിലേക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുകയാണ്. 2 ബാച്ചായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമ്മൾ ഇതിൻ്റെ 2 ഇരട്ടി, ഇതിന് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അതിലേക്കും തന്നെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് കുറച്ച് കൂടുതൽ ടൈം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയും ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിനും കളർ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ചില്ലും കുപ്പിയിലാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ചില്ലും കുപ്പിയിൽ തന്നെ എടുത്ത് വെക്കണം. അതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാൻ. എന്നാൽ കുറച്ച് കൂടുതൽ ടൈം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 4-5 ചിക്കൻ കറിക്കുള്ള പൗഡർ തന്നെ ഇതിലുണ്ട്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കിട്ടുക. ചിക്കൻ നമുക്ക് വേവിക്കുന്നൊരു മണം ഉണ്ടാവുമല്ലോ, ആ ഒരു മണം കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, അവർക്കത് യൂസ്ഫുൾ ആവും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.